ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ എൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് അത്താഴം മുതലുള്ളതാണ് കേട്ടോ. ഇത് റമദാൻ ഡേ 1 ആണ്. അപ്പോൾ വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി, പക്ഷേ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ ടൈം എടുത്തു. അങ്ങനെ ആദ്യം തന്നെ ചായയിൽ തന്നെ തുടക്കം കുറിച്ചു. ഇത് ഞാൻ തലേന്ന് എടുത്തു വെച്ച വീഡിയോ ആണ്, കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ എടുത്തതാണ്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ മോൻ ആദ്യമായിട്ടാണ് നോമ്പെടുക്കുന്നത്. അപ്പോൾ അവനും നല്ല എക്സൈറ്റഡ് ആണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് നിയത്തൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു രംഗമാണിത്. സൗമകരി അന്നദായ ഫർല റമദാനി ഫർല റമദാനി ഫർല റമദാനി ആദി സനത്തി ഇല്ലാഹി താല ഇല്ലാഹി താല. ഈ കൊല്ലത്തെ അതായ ഫർലായ റമദാൻ മാസത്തെ നോമ്പ് നൂറ്റിടുവാൻ കരുതുന്നു ഇൻഷാ അല്ലാഹ്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് 2 മണിക്ക് എടുക്കുന്നതാണ് കേട്ടോ, ഉച്ചക്കത്തെ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ് നിറക്കാനുള്ള മാവാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 1 കപ്പ് പുട്ടുപൊടിയും പിന്നെ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 2 കപ്പ് തേങ്ങ ചിരകിയതും വേണം. പിന്നെ അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം, മല്ലിയില, പച്ചമുളക് ഇടുന്നവർക്ക് ഇടാം കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് അധികം എരിവ് പറ്റാത്തതുകൊണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല. ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അരപ്പ് ഈ ഒരു മാവിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഈ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് കായയുടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കായ ആദ്യമേ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പച്ചക്കായായിരുന്നു ഉണ്ടായത്. അടക്ക് പറ്റിയത് തന്നെയാണ്. അപ്പം മധുരമൊക്കെ കുറവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, ഉടച്ചതിന് ശേഷമായിരുന്നു ഷുഗർ ആഡ് ചെയ്തത്. പിന്നെ ഞാൻ ഈ ഒരു രീതിക്കാണ് ഈ മാവ് റെഡിയാക്കുന്നത്, അമ്മിക്കുട്ടി കൊണ്ട്. അമ്മിക്കല്ലിൽ ചെയ്യാനുള്ള ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതിക്ക് ചെയ്തിട്ടുള്ളത്. എന്നും വിചാരിച്ചിട്ട് ഒരുപാട് കട്ടകളൊന്നുമില്ല. നമുക്ക് ഈ കട്ടകളൊക്കെ പെട്ടെന്ന് നീങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടോട് തന്നെ വേഗം ഉടച്ചെടുക്കണം കേട്ടോ. എന്നാൽ വേഗം സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു മാവ് കിട്ടും. അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സാണ് റെഡിയാക്കുന്നത്. അപ്പം മുട്ടപ്പണ്ടാണ് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചിലരൊക്കെ തേങ്ങപ്പണ്ടവും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാനിവിടെ മുട്ടനെ കൊണ്ടുള്ള ഫില്ലിങ്സാണ് റെഡിയാക്കുന്നത്. 4 വലിയ പഴത്തിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 മുട്ടയാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഏലക്കായും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. 1 മുട്ടയ്ക്ക് 1 സ്പൂൺ പഞ്ചസാരയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാനിലേക്ക് അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാൻ പോയാണ്. ആദ്യം തന്നെ പശുനെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ അണ്ടിയും മുന്തിരിയും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ അണ്ടിയും മുന്തിരിയൊക്കെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ ബാറ്ററി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ സ്ക്രംബിൾ ചെയ്യണം. ചെറിയ രീതിക്ക് വേണം ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അതുവരെ നമ്മൾ ഇതുപോലെ സ്ക്രംബിൾ ചെയ്ത് നോക്കുക. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഉന്നക്കായയുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് കല്ലുമ്മക്കായ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. കടിയുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടാസ്ക് ആയിട്ട് തോന്നിയത് കല്ലുമ്മക്കായാണ് കേട്ടോ. ഒരുപാട് നേരം അതിനു വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ചെയ്യാനായാലും നിറക്കാനായാലും തോടൊക്കെ ഇളക്കാനായാലും പിന്നെ അത് മുക്കി പൊരിക്കലൊക്കെ ഉണ്ടല്ലോ, അത് തന്നെ കുറച്ച് ടൈമിംഗ് ആയിരുന്നു. പിന്നെ അതൊന്നും നോക്കിയില്ല. എന്തൊക്കെ തന്നെ ആയാലും സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കല്ലുമ്മക്കായ എപ്പോഴും ഒരു ക്രേവിങ് തന്നെയാണ്. ഇതിൽ ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പാമ്പൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഒരു ചെറിയൊരു നൂല് പോലത്തെ സാധനമാണ് ഇത്. ഈ ഒരു സാധനം ഇത് വലിച്ചെടുക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയത്. പെട്ടെന്നൊന്നും കിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ എല്ലാ കല്ലുമ്മക്കായ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവുണ്ടല്ലോ
അത് കുറച്ച് ടൈറ്റായി പോയിരുന്നു കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കല്ലുമ്മക്കായുടെ അകത്ത് ഇതുപോലെ മാവ് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആവി കയറ്റാൻ വെക്കുകയാണ് കേട്ടോ. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ കായടക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ കായടയും കുറച്ച് സമയം മാവ് ആദ്യമേ ആക്കി വെച്ചത് കൊണ്ട് അത് ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം കുറച്ച് കല്ല് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, വെള്ളവും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായി കിട്ടും. അങ്ങനെ ആദ്യം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ബോൾ പോലെ ആക്കിയതിന് ശേഷം ഇതുപോലെ പരുത്തിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 അണ്ടി 2 മുന്തിരി എന്നുള്ളതിൽ ഒരു ഉന്നക്കായൻ്റെ അകത്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഷേപ്പിൽ ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പണി എന്നുള്ളത്. അന്നത്തെ ദിവസം നല്ല ബിസിയായിരുന്നു കേട്ടോ. ഇതുപോലുള്ള ചൊറ പിടിച്ച പണിയായിരുന്നു അന്നുണ്ടായത്. പക്ഷെ എന്നില്ലെങ്കിൽ സാരില്ല, ആദ്യത്തെ നോമ്പല്ലേ വിചാരിച്ചിട്ട് കുറച്ച് മെനക്കെട്ടു. അങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ആയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്. നല്ലതുപോലെ മുരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ വെന്ത സാധനങ്ങളാണല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ വേഗം തന്നെ ആയി കിട്ടും. അതിൻ്റെ ഇടയിൽ നമ്മുടെ കല്ലുമ്മക്കായൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ എടുക്കേണ്ടത്, കാരണം ഇതൊക്കെ വെന്ത സാധനമാണല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് ട്രൈ ചെയ്യുക. അങ്ങനെ നമ്മുടെ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാറായി. നോമ്പ് തുറക്കേണ്ട ടൈമും ആയിട്ടുണ്ട്. എല്ലാവരും ടേബിളിൽ സെറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണുള്ളത്, ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷിറിൻ സ്റ്റോപ്പ്.